السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഈ കൊറോണ കാലഘട്ടത്തിലെ ലോകാടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടു പഠിച്ച വലിയൊരു തത്വമുണ്ട്, വലിയൊരു ആശയമുണ്ട് സഹോദരന്മാരെ. ഇന്ന് ഒരുപാട് രാജ്യങ്ങളെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്നത്. ഒന്ന്, ആ രാജ്യത്തിൻ്റെ എക്കണോമി, അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥ. അതും മറ്റു ഭാഗത്താവട്ടെ മനുഷ്യൻ്റെ ജീവന് വില നൽകണോ എന്നുള്ളത്. അതായത് ഒരുപാട് പേര് കൊറോണ കൊണ്ട് മരണപ്പെട്ടു പോകുന്നുണ്ട്, പ്രത്യേകിച്ചും പ്രായമുള്ളവർ. അപ്പോൾ കൊറോണ പിടിച്ച് കെട്ടിയിടാൻ ആകെയുള്ളൊരൊറ്റ മാർഗം രാജ്യം മുഴുവൻ ലോക്ക്ഡൗൺ ആവുക. അത് നിശ്ചലമായിട്ട് എല്ലാവരും വീട്ടിൽ കുത്തിയിരിക്കുക മാസങ്ങളോളം, ആഴ്ചയോളം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഒരു ജോലി, ഒരു പണി, ഒരു ഇൻഡസ്ട്രി ഒന്നും നടക്കാതെ സമയപ്പോൾ ആ രാജ്യം ദാരിദ്ര്യത്തിലേക്ക് പോകും. എക്കണോമി അങ്ങനെ തകർന്ന് നശിച്ചു പോകും. ഒരു 10-40 കൊല്ലം പിന്നോട്ടേക്ക് ആയിപ്പോകും. ഇവിടെ നിങ്ങൾ ഒരുപാട് വലിയ വലിയ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ഒന്ന് കണക്കുകൾ എടുത്തു നോക്കിയാൽ മാത്രം മതി. ഒരുപാട് സ്ഥലത്ത് ലോക്ക്ഡൗൺ മര്യാദയ്ക്ക് നടന്നിട്ടില്ല. എന്തുകൊണ്ട് അവർ ലോക്ക്ഡൗൺ കൃത്യമായിട്ട് നടത്താത്തതിനൊരു പ്രധാനപ്പെട്ട കാരണം, അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് സാമ്പത്തിക വ്യവസ്ഥ, എക്കണോമി തകർന്നു പോകരുത് എന്നാണ് അവരുടെ യഥാർത്ഥ നീയത്ത്, മനസ്സിൻ്റെ ഉള്ളിലുള്ള നീയത്ത്. എക്കണോമി തകർന്നു പോകുമ്പോൾ ലോകാടിസ്ഥാനത്തിൽ അവർക്ക് ഒരു പേരും പ്രശസ്തിയൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പം അവർ വിചാരിച്ചിരുന്ന പ്രായമുള്ളവരല്ലേ, അതൊക്കെ മരണപ്പെട്ടു പോയിക്കോട്ടെ, അതിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ ആൾക്കാരൊക്കെ മരിക്കാൻ വിധിച്ചവരാണ്. ഒന്ന് ചിന്തിക്കണേ സഹോദരൻ. ഇതുകൊണ്ടാണ് ഈ കണക്ക് വ്യത്യാസം വരുന്നത്. അതല്ലാതെ വൈറസ് തന്നെ എല്ലായിടത്തും ഒരേ, അതിന് രാജ്യമില്ല, അതിന് മതമില്ല, സ്ത്രീ പുരുഷന്മാരില്ല, പ്രായമൊന്നുമില്ല, എല്ലാവരെയും കയറി ആക്രമിക്കുന്നുണ്ട് വൈറസ്. അപ്പോൾ നിങ്ങളൊന്ന് കണക്ക് നോക്കി വെക്കും. നിങ്ങൾ US-ലാവട്ടെ, UK-ലാവട്ടെ, ഇറ്റലിയിലാവട്ടെ, ഫ്രാൻസിലാവട്ടെ, അവിടെയൊക്കെ ഒരുപാട് രോഗങ്ങൾ 30 ദിവസത്തിനുള്ളിൽ വല്ലാതെ കൂടി ഒരുപാട് മരണവും സംഭവിച്ചു. എന്നാൽ ദരിദ്ര രാജ്യം അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസായി ഇന്ത്യയിലൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ? വലിയ ബഹുമാനമുണ്ട്. അവരെടുക്കുന്ന തീരുമാനം നോക്കി വെക്കും. അവർക്ക് ജനങ്ങളുടെ ജീവനും അത്ര തന്നെ വില കൽപ്പിക്കുന്നു. അതേ അവസരത്തിൽ അവർ രാജ്യത്തിൻ്റെ എക്കണോമി, സാമ്പത്തിക വ്യവസ്ഥയും അതിനും ഒരുപാട് പരിഗണന നൽകുന്നുണ്ട്. പക്ഷെ കൂടുതൽ പരിഗണന നീയത്ത് ഏതെന്ന് വെച്ചാൽ ജനങ്ങളുടെ ജീവന് വില കൽപ്പിച്ചു. ചിന്തിക്കണം സഹോദരന്മാരെ. ഈ ഒരു ആശയത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ആവട്ടെ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവട്ടെ, അവരൊക്കെ ഒരുപാട് ബഹുമാനമുണ്ട്. എന്തുകൊണ്ട് വെച്ചാൽ സാമ്പത്തിക വ്യവസ്ഥയെ കാട്ടി അവർ ആദ്യം വില കൽപ്പിച്ചത് മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കണം. അത് ഒരു മനുഷ്യനാണെങ്കിൽ അത് എന്തു പ്രായമാവട്ടെ, ഏത് വയസ്സാവട്ടെ, ആ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ പ്രധാനപ്പെട്ട ദൗത്യം ഇങ്ങനത്തെ ഡെവലപ്പിംഗ് കൺട്രീസ് എടുത്ത തീരുമാനം. അതുകൊണ്ട് തന്നെ അവർ വളരെ നേരത്തെ തന്നെ ലോക്ക്ഡൗൺ ചെയ്തു, പിന്നെയും ലോക്ക്ഡൗൺ നീട്ടി. തീർച്ചയായിട്ടും ഇങ്ങനെ ഇനിയും 2 മാസമൊക്കെ ലോക്ക്ഡൗൺ ആയാലും നമ്മുടെ രാജ്യം വല്ലാതെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ളത് സത്യമാണ്. പക്ഷെ ഏറ്റവും ആദ്യം മനുഷ്യന്റെ ജീവന് വില കൽപ്പിച്ചു സഹോദരന്മാരെ. ഇത് വലിയൊരു ആശയമാണ്. ഇത് യഥാർത്ഥം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക. അതിനെക്കാട്ടി മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് മതം ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. മതത്തിന്റെ പ്രസക്തിയും ഇത് തന്നെ സഹോദരന്മാരെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോഴേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറയുമ്പോഴേ, നിങ്ങളെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവട്ടെ, കാരുണ്യം ഉണ്ടാവട്ടെ, അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴേ, ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യനെ വധിച്ചാൽ മനുഷ്യ സമുദായത്തിനെ മൊത്തം വധിക്കുന്ന പോലെയാണ്. ചിന്തിക്കണേ, മായിദയിലോട് പഠിപ്പിക്കുന്നതാണ്. ഒരു ജീവനെ രക്ഷിച്ചാലോ മനുഷ്യ സമുദായം മുഴുവനും രക്ഷിച്ച പോലെയാ. വലിയ തത്വ സഹോദരന്മാർ. എന്തുകൊണ്ടാ? മനുഷ്യന്റെ ജീവന് അത്രമാത്രം പടച്ചോൻ വില കൽപ്പിക്കുന്നുണ്ട്. അള്ളാഹു ആഗ്രഹിക്കുന്ന നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊലപാതകം ഒന്നും ചെയ്യരുത്, നിങ്ങൾ സ്വസ്ഥമായിട്ട് സമാധാനത്തിൽ ജീവിക്കണം എന്നാണ്. സമ്പത്തിൻ്റെ ഒക്കെ മുഴുവൻ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അൽ-ഗനി, സർവേശ്വരൻ. ആ സമ്പത്ത് നിങ്ങൾക്ക് താത്കാലികമായിട്ട് നിങ്ങളുടെ കയ്യിൽ കുറച്ചു നേരം ഏൽപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇടക്ക് വല്ലാതെ കൂടും, ഇടക്ക് തീരെ ഉണ്ടാവില്ല. ദാരിദ്ര്യം ഉണ്ടാവും, സമ്പന്നത ഉണ്ടാവും. ഇത് രണ്ടും അള്ളാഹു എല്ലാവർക്കും വിധിച്ചിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാലഘട്ടത്തിൽ മാറുന്നേ ഉള്ളൂ. ഇന്നലത്തെ രാജാവ് ചിലപ്പോൾ നാളെ ഫക്കീറാകും. ഇന്നത്തെ ഭിക്ഷക്കാർ ചിലപ്പോൾ നാളെ ഒരു ചായക്കടക്കാരൻ നാളെ ഒരു വലിയൊരു രാജാവായിട്ട് മാറും. ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ.
കാര്യങ്ങൾ. അപ്പം മതം പറയുന്നത് മനുഷ്യന്റെ ജീവൻ, മനുഷ്യത്വത്തെ സ്നേഹിക്കണം, മനുഷ്യബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ മതം കൂടുതൽ കൂടുതൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ചിന്തിക്കണം. അഹങ്കാരിയായ കാറൂൺ ഒരു നിമിഷം കൊണ്ട് ഭൂമി അങ്ങ് വിഴുങ്ങി സഹോദരന്മാരെ. എന്തുകൊണ്ടാ? സമ്പത്തിന്റെ അടിമയായി പോയിട്ടുണ്ട്. ഇത് ചിന്തിച്ചു നോക്ക്, നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. അതുകൊണ്ടാണ് ഇവിടെ ദാരിദ്ര്യത്തിലേക്ക് പോകും. തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? മറ്റു മനുഷ്യന്മാരൊക്കെ സഹായിക്കണം. ഇന്ന് ലോകത്തിൽ പട്ടിണി ഉണ്ടാകുന്നത് സമ്പത്ത് കുറഞ്ഞിട്ടോ ഭക്ഷണം കുറഞ്ഞിട്ടല്ല, അതിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ കുറവ് കൊണ്ടാ. അത് ഒരു സ്ഥലത്ത് മാത്രം കുന്നുകൂടിയിരിക്കുന്നുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം പറയുന്നത് ഹൃദയം തട്ടിയിട്ടുള്ള ഒരു പുഞ്ചിരിയുടെ ദാരിദ്ര്യമായിരുന്നു. ആലോചിച്ചോക്ക് സഹോദരന്മാരെ. സ്നേഹത്തിന്റെ, സഹാനുഭൂതിയുടെ, കാരുണ്യത്തിന്റെ ദാരിദ്ര്യമാണ് മനുഷ്യ മനസ്സുകൾക്ക്. അപ്പൊ എന്ത് ചെയ്യണം? ഇനി ദാരിദ്ര്യത്തിലേക്ക് പോകും. എല്ലാവരും കൈകോർത്ത് പിടിക്കണം. തൊട്ടടുത്ത അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കുന്ന വിശ്വാസിയല്ല. നിങ്ങൾ വലിയ നിസ്കാരം താടിയൊക്കെ എന്നിട്ടായിട്ട് തൊട്ടടുത്ത പട്ടിണിയുണ്ട്, നിങ്ങൾ അവരെ അന്വേഷിച്ചില്ല. ഭക്ഷണമുണ്ടോ? ഫുഡ് കിറ്റ് കിട്ടുന്നുണ്ടോ? മരുന്നിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അന്വേഷിക്കാനുള്ള ഒരു മനുഷ്യൻ കൂടിയില്ലേ? നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയല്ല മനുഷ്യ. നിങ്ങൾ വെറുതെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുക, ഡയലോഗ് അടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ മതത്തിന് വലിയൊരു പ്രസക്തി ഉണ്ട് സഹോദരന്മാരെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സമ്പത്ത് നിർബന്ധമായിട്ട് അള്ളാഹു കൽപ്പിച്ചതാണ്. 2% നിന്റെതല്ലാതെ പട്ടിണി പാവങ്ങളുടെ ജനങ്ങൾക്കാണ്, മിസ്കീനുകൾക്കാണ്, യത്തീമുകൾക്കാണ്, ദരിദ്രർക്കാണ്. അപ്പൊ നമ്മുടെ സമ്പത്തിന് 2% നമ്മൾ കൊടുത്തിരിക്കണം. പോരാ, എത്രത്തോളം സദക്ക കൊടുക്കുന്നോ നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിക്കുന്നതെന്ന് പറഞ്ഞേ. അത്ഭുതമായ സഹോദരന്മാരെ, സദക്ക കൊടുക്കുന്നവരും അല്ല എന്താ പറഞ്ഞത്? നിങ്ങളുടെ പാപങ്ങളെല്ലാം മായ്ച്ചു കളയും. അതുകൊണ്ട് സദക്ക കൊടുക്കുന്നിടത്തേക്ക് അല്ലാഹ് ഖുർആൻ ആയത്ത് നിർത്തുന്നത് വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിനക്കൊരു ദുഃഖം ഉണ്ടാവില്ല, ഒരു ഭയം ഉണ്ടാവില്ല. അതായത് ദുഃഖം പഴയ കാലം ഓർത്തിട്ടാ എല്ലാം മായ്ച്ചു കളയും. തെറ്റുകളൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. നമ്മൾ മനുഷ്യനാണ്, അതെല്ലാം പുറത്തു തരും. പോരാ, വരാൻ പോകുന്നതിനെ പറ്റി വല്ലാണ്ട് പേടിക്കുകയും ചെയ്യണ്ട. ആപത്ത്, വലിയ ക്യാൻസർ വരുമോ, എൻ്റെ പൈസ മുഴുവൻ നഷ്ടപ്പെട്ടുവോ, എൻ്റെ ഫുൾ മക്കൾക്ക് ജോലിയില്ല, ഇങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. അള്ളാഹ് നോക്കിക്കോളും. അതെ സദക്ക കൊടുക്കുക സഹോദരന്മാര്. എൻ്റെ സമ്പത്ത് കൊണ്ട് ഒരുപാട് പേര് ജീവിക്കട്ടെ, ഒരുപാട് പേർക്ക് നിങ്ങൾ ഫുഡ് കിറ്റ് എത്തിച്ചു കൊടുക്കുക, ഒരുപാട് സഹായിക്കുക. വിധവകളെ, അനാഥകളെ, വീടില്ലാത്തവരെ, ഡയാലിസ് ചെയ്യുന്നവരെ, കഴിയുന്നത്ര നമ്മൾ അങ്ങോട്ട് സദക്ക കൊടുത്തു വെക്ക്. അള്ളാഹ് നിങ്ങളെ പൊന്നുപോലെ കാത്ത് സംരക്ഷിച്ച് ഘട്ടമായിട്ട് കൊണ്ടുപോയിക്കോളും. നിങ്ങൾക്ക് അനാവശ്യ മരുന്നിന്റെ ചെലവ് വരില്ല, അനാവശ്യമായി ചികിത്സയുടെ ചെലവ് വരില്ല. മക്കളൊക്കെ സ്വസ്ഥമായിട്ട് നിങ്ങൾ ലളിതമായി ജീവിക്കും. മക്കൾ സുഖമായിട്ട് പഠിച്ച് ഡിഗ്രികൾ എടുത്തോളും. മക്കൾക്ക് നല്ല ഇണകൾ അള്ളാഹു എത്തിച്ചേരും. എല്ലാം അള്ളാഹ് നോക്കിക്കോളും. നിങ്ങളൊന്നും ബേജാറണ്ട. നിങ്ങൾ അള്ളാഹു തൽക്കാലമായി ഏൽപ്പിച്ച ട്രസ്റ്റ് എന്നുള്ളൂ സമ്പത്ത്. അപ്പൊ എപ്പോഴും സഹോദരന്മാരെ, മനുഷ്യത്വത്തിന്, മനുഷ്യബന്ധങ്ങൾക്ക്, സ്നേഹത്തിന്, കാരുണ്യത്തിന്, സഹാനുഭൂതി, ഇതിനൊക്കെ ഒരുപാട് വില കൽപ്പിക്കുക. സമ്പത്തിന് 2ാം സ്ഥാനം, 3ാം സ്ഥാനം. അത് ഉള്ളത് അല്ല തരും, അതിൽ തൃപ്തിപ്പെടുക. എൻ്റെ ഉള്ള തന്നത് മറ്റെല്ലാവർക്കും എത്തിച്ചു കൊടുക്കാം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട സഹോദരന്മാരെ. അത് യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് പോലും ഏറ്റവും അധികം പറഞ്ഞു കൊടുക്കും. മക്കളെ, നിങ്ങൾ ഡിഗ്രി എടുക്കുന്നുണ്ട്, MBBS കിട്ടണം. ശരി, എന്ത് ഡിഗ്രി ആവട്ടെ, BTech ആവട്ടെ, IAS ആവട്ടെ, അല്ലെ എന്ത് ചാർട്ടേഡ് അക്കൗണ്ട്, എന്ത് ഡിഗ്രിയും എന്ത് ജോലിയും, നിങ്ങളുടെ നീയത്ത് എപ്പോഴും പരിശോധിക്കണം. ഇത് വലിയ പ്രാധാന്യ സഹോദരന്മാരെ. നീയത്തിൽ കളങ്കം വരുമ്പോൾ അവരുടെ ജീവിതം ദുസ്സഹകരമാകുന്നുണ്ട്. അള്ളാഹുവിന്റെ സത്യം. അപ്പൊ ഞാൻ എന്തിനു വേണ്ടി MBBS, എന്തിനു വേണ്ടി MD എടുക്കുന്നു? ഇത് എൻ്റെ വിവരം കൊണ്ട്, വിജ്ഞാനം കൊണ്ട്, ബുദ്ധി കൊണ്ട്, ഡിഗ്രി കൊണ്ട്, എന്നെ കൊണ്ട് എൻ്റെ മാതാപിതാക്കൾക്ക്, എൻ്റെ അയൽവാസികൾക്ക്, പട്ടിണി പാവങ്ങൾക്ക്, രാജ്യത്തിന്, സമൂഹത്തിന്, മതത്തിന് എല്ലാം എന്നെ കൊണ്ട് ഗുണമുണ്ടാവണമെന്ന് വെച്ച് പഠിച്ചു നോക്കൂ സഹോദരന്മാരെ. ഇത് വലിയ അപകട സഹോദരന്മാരെ. അങ്ങനെ സ്വന്തം മാതാപിതാക്കൾക്ക് ഗുണമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എപ്പോഴും അവരടുത്ത് തന്നെ ഉണ്ടാവും, നമ്മൾ നാട്ടിൽ തന്നെ ഉണ്ടാവും. അല്ലാണ്ട് നമ്മൾക്കൊന്നും ഇപ്പൊ പുറത്തുനിന്ന് പോയിട്ട് ഒരുപാട് കാശുണ്ടാക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ മോഹം വന്നില്ല സഹോദരന്മാരെ, വന്നില്ല. എന്തുണ്ടാ? നമ്മുടെ നീയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന ഡിഗ്രികളാണ്. അത് എന്നെ കൊണ്ട് എൻ്റെ ബാപ്പക്കും ഉമ്മക്കും, അത് എൻ്റെ ഭാര്യയുടെ മാതാപിതാക്കൾ എല്ലാവർക്കും ഗുണമുണ്ടാവണം. അപ്പൊ അവരടുത്ത് തന്നെ ഉണ്ടാവണം. അവർക്ക് കാശല്ല ആവശ്യം. വാർദ്ധക്യത്തിലെത്തിയല്ല, നമ്മുടെ സാന്നിധ്യമാണ്. ഓരോ ബുദ്ധിമുട്ടുണ്ടാവും, ഓരോ ദിവസം അതിനെന്ത് വേണം? നമ്മൾ ആശ്വസിപ്പിക്കാൻ വേണം, നമ്മളടുത്തുണ്ടാവണം. ഈ ഒരു നീയത്തോട് നിങ്ങൾ ജീവിച്ചു നോക്കൂ സഹോദരർ, പഠിച്ചു നോക്ക്. അപ്പൊ അള്ളാഹു നിങ്ങളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കൂല. ഇത് ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വെച്ചാൽ നമ്മളെ കൂടെ തന്നെ പഠിച്ച ഒരുപാട് പേർക്ക് പെട്ടെന്ന് കാശുണ്ടാക്കണമെന്ന് മോഹം കൊണ്ട് പല അമേരിക്കയിലും പല സ്ഥലത്തും UK-യിലും ഗൾഫിലൊക്കെ പോയി അവിടെ ഇപ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുന്നു സഹോദരന്മാരെ. എന്നാൽ അന്ന് നീയത്ത് നിഷ്കളങ്കമായി വെച്ച് നീയത്ത് സ്വസ്ഥമായി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. വലിയ കാറോ വലിയ കൊട്ടാരുണ്ടായില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സ്വസ്ഥത ഉണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, സംതൃപ്തി ഉണ്ട്.
നീയത്തിൽ കളങ്കം വരുന്ന സഹോദരന്മാരെ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം റബ്ബ് സുബ്ഹാനഹു തആലക്ക് കൃത്യമായിട്ട് അറിയും. ഈ മനുഷ്യൻ മനുഷ്യത്വത്തിന്, മനുഷ്യബന്ധങ്ങൾക്ക്, മനുഷ്യന് ജീവന് വില കൽപ്പിക്കുന്നോ അല്ല അതിനെക്കാട്ടി വലുത് സമ്പത്തിന് വേണ്ടിയിട്ടാണ്. ഒന്ന് നല്ല നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. ഇനി നമ്മൾ കല്യാണം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന സഹോദരന്മാരെ? കല്യാണം കഴിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്ക്. ഞാൻ ഏറ്റവും ആദ്യം ആ സഹോദരിയുടെ, കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീയുടെ ഭംഗി, സമ്പത്ത്, അതെ ഇതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അതിനെ കൂടെ ഞാൻ 2ാം സ്ഥാനം, 3ാം സ്ഥാനം, 4ാം സ്ഥാനം മതം കൂടി ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നഫ്സിനെ ഒന്ന് ബോധ്യപ്പെടുത്തി, മതവും ഉണ്ടല്ലോ, അതിനെക്കാട്ടി കൂടുതൽ കാശുമുണ്ട്, ഭംഗിയുണ്ട്, വെളുപ്പുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു സഹോദരന്മാരെ? മതത്തിനെ പലരും കോംപ്രമൈസ് ചെയ്ത് ഭംഗി, സമ്പത്തിന് പിന്നാലെ പോയിട്ട് സംഭവിച്ചു കുടുംബജീവിതം കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ആനന്ദം നഷ്ടപ്പെട്ടു പോയി. എന്താ ദിവസം ഈ വെളുത്ത സഹോദരനെ കണ്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മടുപ്പ് തോന്നല്ലോ. ആ സ്വഭാവം ഗുണമില്ല. എന്ത് കാര്യം സഹോദരന്മാരെ? സ്വഭാവം നല്ലതല്ലെങ്കിൽ പിന്നെ എത്ര സമ്പത്തും എന്തുണ്ടായാലും അത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതാവും. നേരെ മറിച്ചോ മനുഷ്യത്വത്തിന് വില കൽപ്പിച്ചു, മനുഷ്യന്റെ സ്വഭാവത്തിന്, ദീന്, മനുഷ്യ ബന്ധങ്ങൾക്ക്, കുടുംബ ബന്ധങ്ങൾക്കൊക്കെ വില കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തെന്നും നിലനിൽക്കും. സമ്പത്ത് എടുക്ക് ചിലപ്പോൾ നല്ല സമ്പത്തുണ്ടാവും, ചിലപ്പോൾ കുറയും, കുഴപ്പമില്ല. ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നേ. പക്ഷെ സ്വഭാവത്തിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റും. ഒരു 10-25 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു മനുഷ്യന്റെ സ്വഭാവ പൂർത്തീകരണത്തിലേക്ക് എത്തും. അത് പിന്നെ നിങ്ങൾ വിചാരിച്ച പോലെ അങ്ങനെ എളുപ്പത്തിലൊന്നും മാറ്റാൻ പറ്റില്ല സഹോദരന്മാരെ. അപ്പൊ നമ്മുടെ മനുഷ്യന്റെ മനസ്സിൻ്റെ ഉള്ള നീയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക. സമ്പത്താണോ ഏറ്റവും ആദ്യം വരുന്നത്? ഇനി നമ്മൾ നമ്മളെ മക്കളെ നോക്കുക. മക്കളെ വളർത്തുമ്പോൾ തന്നെ അവർക്കും നമ്മൾ ഇതേ ഒരു ബോധം അവർക്ക് ഇട്ടുകൊടുക്കണം. മക്കളെ, നിങ്ങൾ സമ്പത്തിന്റെ പിന്നാലെ പോകരുത്. നിങ്ങൾക്ക് സമ്പത്ത്, ഞാനെപ്പോഴും എൻ്റെ മക്കളെ പറയും, മക്കളെ നിങ്ങൾ 5 നേരം കൃത്യമായിട്ട് നമസ്കരിക്കാം. ഞാൻ അവർക്ക് എപ്പോഴും ഒരു ചെറിയ ഉദാഹരണം പറയും. ഒരു 40 നില കെട്ടിടമുണ്ട് ജീവിതം എന്നുള്ള അത് 40 നിലയിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് കയറി വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ സ്വർഗത്തിലേക്ക് ഏറ്റവും മുകളിലുള്ള ഫ്ലോറിലെത്താൻ പറ്റുക. അത് കഷ്ടപ്പാടായിരിക്കും, ഉറപ്പാ. സാമ്പത്തിക വ്യവസ്ഥ മാത്രം ഹൃദയത്തിൽ നീയത്ത് വെച്ച് പോകുമ്പോഴേ ഈ സ്റ്റെപ്പ് കയറുന്ന പോലെ ഇങ്ങനെ കയറും സഹോദരന്മാരെ. സ്റ്റെപ്പ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇടയ്ക്ക് ഇങ്ങനെ പിന്നെയും അവിടെ ഇങ്ങനെ കോയിന് കുറച്ചും കൂടി വെള്ളം കുടിച്ച് കുറച്ച് നേരം നിന്ന് ബ്രേക്ക് ഇട്ടിട്ട് പിന്നെ അങ്ങ് മുകളിലോട്ടേക്ക് കയറി നടക്കണം. ചിലപ്പോൾ അടുത്ത് മക്കളെ നിങ്ങൾ ലിഫ്റ്റ് ഉണ്ട്, തൊട്ടടുത്ത് ലിഫ്റ്റ്. ആ ലിഫ്റ്റിൽ എന്താ പ്രശ്നം ഞാൻ പറഞ്ഞെടുത്തു. എന്താ ലിഫ്റ്റ് വെച്ചാൽ നിഷ്കളങ്കത, ആത്മാർത്ഥത, കൃത്യനേരം 5 നേരം നമസ്കാരം, ഇസ്തിഖാമത്തോടുള്ള എല്ലാ സൽക്കർമ്മം പോരാ. നിങ്ങൾ എന്ത് ഡിഗ്രികളും ജോലി എടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വജഹ് മാത്രമാവണം മുമ്പിൽ. മനുഷ്യബന്ധങ്ങൾക്ക് വില കൽപ്പിക്കണം. സമ്പത്ത് 2ാമത്തെ 3ാമത്തെ 4ാമത്തെ സ്ഥാനം അത് മാറ്റിവെക്കും. അങ്ങനെ നമ്മൾ അള്ളാഹു ലിഫ്റ്റിലൂടെ തന്നെ പെട്ടെന്ന് 40 നില സ്വർഗത്തിലേക്ക് എത്തിച്ചു തരും, വഴി എളുപ്പാക്കി തരും സഹോദരന്മാര്. എൻ്റെ മക്കൾക്ക് അങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും തീരുമാനിച്ച മക്കളെ, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ആഗ്രഹം എനിക്കറിയില്ല, അള്ളാഹ്ക്ക് കൃത്യമായിട്ട് അറിയും. അള്ളാഹു അത് സാധിച്ചു തരും. ഇതാണ് വലിയ അപകടം. നല്ലോണം ചിന്തിച്ചു. എന്തുകൊണ്ടാ? എൻ്റെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ചാഞ്ചാട്ടം സമ്പത്തിനോടാണ്, അള്ളാഹ് ഇങ്ങനെ സമ്പത്ത് വാരിക്കോരി നിങ്ങളെ തലയിലിട്ട് തരും. എന്നിട്ടോ വീർപ്പ് മുട്ടും. അതൊരുപാട് ഷെയർ മാർക്കറ്റിൽ കൊടുക്കും, അതങ്ങ് കൊളാപ്സ് ചെയ്യും. അല്ല, ഞാൻ ഒരുപാട് പേരും പ്രശസ്തിക്ക് വേണ്ടി അമേരിക്കൻ UK-ലേക്കൊക്കെ പോകും. നാട്ടിൽ ജോലിയിലായിട്ടല്ല സഹോദരന്മാരെ. തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ കുറേ ഗൾഫുകാരൊക്കെ ഉണ്ട്. അവർക്ക് നാട്ടിലൊരു ജോലി കിട്ടാതെ ബുദ്ധിമുട്ടിയിട്ട് ഈശത്ത് തേടി ഗൾഫിൽ പോയി ഒരുപാട് പേരുണ്ട്. അതല്ല ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ഡോക്ടർമാർ എനിക്കറിയാം, ഒരുപാട് പേര് നാട്ടിൽ തന്നെ സ്വസ്ഥമായിട്ട് അന്തസ്സോടെ ഇസ്സത്തോടെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്നിട്ട് പോലും അവരെ മൈൻഡ് ചെയ്യാതെ അതെല്ലാം മാറ്റിയായി ബാധ്യതകളൊക്കെ മാറ്റി നിർത്തിയിട്ട് എവിടോ എന്തൊക്കെയോ സ്വപ്ന ലോകം, സ്വർഗീയ ലോകം, അമേരിക്ക, UK എവിടെയൊക്കെ പോയിട്ട് ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കുറച്ചു കഴിഞ്ഞാൽ ആ ജീവിതം നിങ്ങൾക്ക് വിഷമത്തിലേക്കാകും. എന്തുകൊണ്ടാ? നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നീയത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. അവിടെ നിങ്ങൾ മനുഷ്യബന്ധങ്ങളുടെ കാട്ടി കൂടുതൽ എക്കണോമി, സമ്പത്ത്, ബാങ്ക് ബാലൻസ്, വലിയ കാറും വീടിനൊക്കെ ആയിരിക്കും നിങ്ങൾ പ്രസക്തി കൊടുത്തത്. അതുകൊണ്ട് അള്ളാഹു അത് സാധിച്ചു തന്നു. നല്ലോണം ചിന്തിക്കേണ്ട വിഷയമാണ്. ഇനി ഭാവിയിലുള്ള വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. മാതാപിതാക്കൾക്ക് കുറേ മക്കളുണ്ടെങ്കിൽ, 5-6 മക്കളുണ്ടെങ്കിൽ പല വീട്ടിൽ കാണുന്ന വെച്ചാൽ ഏത് മക്കൾക്കാണോ കൂടുതൽ സമ്പത്തുള്ളത്, ഗൾഫിൽ പോയ മക്കൾക്ക് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 10,000 ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അയച്ചു കൊടുക്കും. സമ്പത്തുള്ള മക്കളോട് കൂടുതൽ ചായവും. എന്നാൽ വീട്ടിലെപ്പോഴും അടുത്തുള്ള രോഗം വന്നാൽ വിളിക്കാൻ സാധ്യതയുള്ള, എപ്പോഴും രോഗിയാകുമ്പോൾ ശുശ്രൂഷിക്കുന്ന മക്കൾ, ഇവരെ വിലയില്ലാതാവുന്ന ഒരു സ്ഥിതിയുണ്ട് സഹോദരൻ. വല്ലാത്ത ദുരന്തം ഒരുപാട് പേര് കാണുന്നുണ്ട്. അപകട. അങ്ങനെ ആവുമ്പോൾ എന്തായാലും സംഭവിക്കുക? നിങ്ങളെ തൊട്ടടുത്ത് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച് നിൽക്കുന്ന മക്കളെ നിങ്ങൾക്ക് കൺകുളിർമ അങ്ങ് നഷ്ടപ്പെട്ടു പോകും.
പോവും. അള്ളാഹുവെ മക്കളെ വിദൂരത്താക്കും. നിങ്ങൾ ഹൃദയം കൊണ്ട് ചിലപ്പോൾ ശാരീരികമായിട്ട് നിങ്ങൾ ഒട്ടടുത്ത വീട്ടിലായിരിക്കും താമസിക്കുന്ന, ഒരേ വീട്ടിലായിരിക്കും. പക്ഷെ ഹൃദയം ചിന്നിച്ചിതരെ പോലെ ആയിപ്പോയി സഹോദരന്മാരെ. കൺകുളിർമ അള്ളാഹു എടുത്തു മാറ്റും. എന്തുകൊണ്ടാ? നിങ്ങൾക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ തിരിച്ചറിയാതെ ആയിപ്പോയി. സഹോദരന്മാരെ ഒന്ന് നല്ലോണം ചിന്തിക്കുക. എക്കണോമി വേഴ്സസ് ലൈഫ്സ്. ഇന്നിപ്പോൾ ലോകത്തിൽ നടക്കുന്നതാ. എല്ലാവരും എക്കണോമിനെ പിടിച്ചു കെട്ടാൻ മനുഷ്യന് ജീവന് വില കൽപ്പിക്കാത്ത എല്ലാ രാജ്യങ്ങളും കൊറോണ കൊണ്ട് ഒരുപാട് മരണപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ ജീവന് വില കൽപ്പിക്കുന്ന രാജ്യങ്ങളൊക്കെ മരണം കുറഞ്ഞു വരുന്നുണ്ട് സഹോദരന്മാരെ. ഇത് നമ്മൾ വ്യക്തി ജീവിതത്തിലും നമ്മൾ എപ്പോഴും നമ്മളെ പറ്റി തന്നെ ചിന്തിക്കാം. അള്ളാഹുവേ സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളുടെ കണ്ണുകൾ തുറന്നിട്ട് കൊടുത്ത് അള്ളാഹുവേ നമ്മുടെ നിയത്തുകൾ നിഷ്കളങ്കമാക്കി നിന്റെ വചനം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം മനുഷ്യത്വത്തിനും മനുഷ്യബന്ധങ്ങൾക്കും സ്നേഹത്തിനും കാരുണ്യത്തിനും സഹാനുഭൂതിക്കൊക്കെ ഒരുപാട് വില കൽപ്പിക്കുന്ന, പ്രാധാന്യം കൊടുക്കുന്ന ഹൃദയമാക്കി മാറ്റി തരണേ റഹ്മാനെ റബ്ബേ. എന്തൊരു കാര്യം ചെയ്യുന്നു നിന്റെ നിഷ്കളങ്കമായ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഒരുപാട് ഇഖ്ലാസോടെ സൽക്കർമ്മം ചെയ്യാനും ഏറ്റവും നല്ല ഈമാന്റെ അവസ്ഥയിൽ ജീവിക്കാനും ഏറ്റവും മനോഹരമായ ഈമാന്റെ അവസ്ഥയിൽ തൃപ്തിയുള്ള ജീവിതം ജീവിച്ചു തീർത്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരണപ്പെട്ട് നമ്മളെല്ലാവരും അല്ലാഹു നാളെ പരലോകത്ത് കുടുംബസമേത ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.